മണ്ണാർശാല എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഹരിപ്പാടിനടുത്ത് മണ്ണാർശാല ക്ഷേത്രം, കാവാണത്. ഒരുപാട് മരങ്ങളും സംഗതിയൊക്കെയുള്ള 14 ഏക്കറായിരുന്നു എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു. ഇതവിടെ വരാൻ കാര്യം, ഈ പരശുരാമൻ 64 ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ഐതിഹ്യമുണ്ടല്ലോ. ഈ ബ്രാഹ്മണ കുടുംബങ്ങളൊക്കെ തിരിച്ചുപോയി. അപ്പോൾ പരശുരാമൻ വലിയ വിഷമത്തിലായി. ബുദ്ധിമുട്ടി വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചു പോകുന്നു. പോയവരോട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ നിങ്ങൾ പോകാൻ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, ഒന്ന്, അവിടെ ഉപ്പുവെള്ളം കയറാത്ത സ്ഥലമില്ല. ഊരുവെള്ളം എന്ന് പറയും. ഉപ്പുവെള്ളത്തിന് ഊരുവെള്ളം, കായലിലെ കടലിലേക്ക് ഊരുവെള്ളം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഊര് കയറാത്ത സ്ഥലമില്ല, ഊരുവെള്ളമാണ്, ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ മുഴുവൻ പാമ്പാണ്. ചവിട്ടുന്നിടത്ത് തൊടുന്നിടത്തും ഒക്കെ പാമ്പാണ്. സർപ്പങ്ങളുടെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല. എത്രയോ പേര് മരിച്ചുപോയി. ഞങ്ങളില്ല ആ ഭാഗത്തേക്ക്. എന്തു ചെയ്യും? പ്രായോഗികമായിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തടത്ത് ബലം പ്രയോഗിച്ച് പരശുരാമൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ എന്തു ചെയ്യും? പരശുരാമൻ ശിവനെ പ്രാർത്ഥിച്ചു. ശിവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, വാസുകിയോട് പറ, അവനാണ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവനോട് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കുന്നു. അങ്ങനെ പരശുരാമൻ വാസുകിയെ പ്രാർത്ഥിച്ച് വരുത്തി. അപ്പോൾ പരശുരാമൻ അസാമാന്യനാണ്, നിസ്സാരക്കാരനൊന്നുമല്ല. വാസുകി വേഗം വന്നു. എന്താണാവോ, എന്താ പ്രയാസം? അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിൻ്റെ ആൾക്കാരെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ആര് പറഞ്ഞാലും കയറി വഴിയെ പോകുന്നു, കൊച്ചു പിള്ളേരെയൊക്കെ കടിച്ച് വിഷം കൊണ്ട് ചാവുക, താമസിക്കാൻ പറ്റുന്നില്ല, ഉപ്പുവെള്ളം അങ്ങനെ. അപ്പോൾ വാസുകി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഉപ്പുവെള്ളത്തിന് ഞാനൊരു സമാധാനം ഉണ്ടാക്കാം, അതെനിക്കറിയാം, ഉപ്പ് കുറയ്ക്കാൻ. പക്ഷേ ഈ പാമ്പുകൾക്ക് കാര്യം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്, പക്ഷേ അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം. അല്ലാതെ അവരെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ല, അവരെവിടെ പോകും? അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്ഥലം കൊടുക്കണം. അത് പരശുരാമൻ സമ്മതിച്ചു. അപ്പോൾ അതിന് ചില ചിട്ടകളൊക്കെ വാസുകി പറഞ്ഞു. അവരെ പാല് കൊടുക്കുക, അത്യാവശ്യം അവരെ ഒന്ന് ബഹുമാനിക്കണം. ബഹുമാനിക്കാൻ പഠിക്കടോ എന്ന് പറയില്ല, ഇതുപോലെ ബഹുമാനിക്കണം. അപ്പോൾ അത് പരശുരാമൻ സമ്മതിച്ചു. വീണ്ടും ഈ ബ്രാഹ്മണനെ കൊണ്ടുവന്നു. അവർ ഈ പറഞ്ഞതെല്ലാം ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മുട്ടിന് സർപ്പക്കാവുണ്ടായത്. ശരിയല്ലേ? 2 or 3 പറമ്പ് കഴിഞ്ഞാൽ ഒരു സർപ്പക്കാവ് ഉറപ്പാണ് കേരളത്തിൽ. ഇപ്പോൾ ഈ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ, നിരീശ്വരവാദികൾ എല്ലാവരും കൂടെ വെട്ടി വെളുപ്പിച്ച് പണ്ടാരടങ്ങിയിട്ടും പിന്നെയും സർപ്പങ്ങൾ കേരളത്തിൽ ബാക്കിയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 70-ൽ വലിയ ക്യാമ്പയിൻ നടത്തി. ഇത് ഈ സർപ്പാരാധന അന്ധവിശ്വാസമാണെന്നും അതാണെന്നും ഇതാണെന്നും. അവർ പ്രകൃതിസ്നേഹിയായത് പിന്നീടാണ്. അന്ന് ആദ്യകാലത്ത് പ്രകൃതിസ്നേഹിയൊന്നുമല്ല, ഹിന്ദു ദ്രോഹം ഇതായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പരിപാടി. അത് പല രീതിയിൽ മാന്യന്മാരെ കൊണ്ടൊക്കെ ചെയ്യിക്കും. ഒരുപാട് പേര് ആ ട്രാപ്പിലൊക്കെ പെട്ടു. എന്നിട്ട് ഒരുപാട് കാവുകളൊക്കെ വെട്ടി നശിപ്പിച്ചു. പക്ഷേ ജനം സമ്മതിച്ചില്ല. കാരണം ഈ സർപ്പം മനുഷ്യരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ഞാനിവിടെ ഉണ്ട് എന്ന്. ഇത് ജാതി മത ഭേദമില്ലാതെ നടക്കുന്നൊരു കാര്യമാണ്. കേരളത്തിൽ ജാതി മത ഭേദമില്ലാതെ നടക്കുന്ന ഏക ആരാധന സർപ്പാരാധനയാണ്. മതഭേദമില്ല. മുസ്ലിങ്ങളും ചെയ്യും, ക്രിസ്ത്യാനികളും ചെയ്യും. രഹസ്യമായിട്ടേ ചെയ്യുള്ളൂ. കാരണം അവർക്ക് അവിടെ നിന്ന് പഴക്കണ്ടേ. അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വല്ല തലപ്പാവും താടിയും വെച്ച ആൾ വന്നിട്ട് തല്ലുക, കൊല്ലുക, കൈവെട്ടുക, കാലുവെട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്തല്ല. പക്ഷേ സർപ്പത്തെ ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാനും പറ്റുന്നില്ല. ഞാൻ ഇതിന് സാക്ഷിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ വലിയ വീട് കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചു. വീട്ടിൽ കിടന്നു പൊറുക്കാൻ നിർവാഹമില്ല. ദിവസവും 2-3 സർപ്പങ്ങൾ, പാമ്പ്. തല്ലിക്കൊല്ലാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്നില്ല. ചാടിപ്പുറത്ത് മുറ്റത്ത് പോയി, പിന്നെ ഇരുട്ടത്ത് പോയി. എപ്പോഴാണ് ഇപ്പോൾ കുളിമുറിയിലാണോ കാണുന്നത്, ഊണുമുറിയിലാണോ, എവിടെയാണ്? ഇപ്പോൾ കൊട്ടാരം പോലത്തെ വീടുമാണ്. പാമ്പിനെ പുറകെ ഓടിച്ചിട്ട് തല്ലാൻ പറ്റുമോ?
ഇങ്ങനെയൊക്കെ വിഷമിച്ചിട്ട് ഇവർ ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുകയും ജ്യോത്സ്യൻ ഇവരോട് മണ്ണാർശാലയിൽ വഴിപാട് കഴിക്കാൻ പറയുകയും അവർ പരസ്യമായിട്ട് തന്നെ ആ വഴിപാട് കഴിക്കുകയും ചെയ്തു. കാരണം അവരോട് ചോദിക്കാൻ അവിടെ ആരുമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഞങ്ങൾ പരസ്യമായിട്ട് തന്നെ കഴിക്കാം. ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും പറയുന്നുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്ന് മനോരമയിൽ മണ്ണാർശാല മഹാത്മ്യം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതി പോലും. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ മണ്ണാർശാലയുടെ ഐതിഹ്യത്തെപ്പറ്റി പറയുമ്പോൾ എഴുതുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എഴുതിയ മണ്ണാർശാല മഹാത്മ്യം എന്ന ലേഖനം ഞാൻ മനോരമയിൽ വായിച്ചു. അപ്പോൾ ഈ ക്രിസ്ത്യാനിയുടെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവ് കായ്ക്കുന്നില്ല. അതിൻ്റെ കൂടെയുള്ള മറ്റ് പ്ലാവുകളൊക്കെ കായ്ച്ച് 8-10 വർഷമായി ചുമ്മാ അടിമുടി അങ്ങ് കായ്ച്ച് ഈ പ്ലാവിന് മാത്രം അനക്കയില്ല. അപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആ ലേഖനത്തിൽ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യാനി ചുമ്മാ മനസ്സിൽ വിചാരിച്ചു, ഈ പ്ലാവിൽ ചക്കയുണ്ടായാൽ ആദ്യ ചക്ക മണ്ണാർശാല സർപ്പത്തിന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു തീർന്നില്ല. ആ സീസൺ വന്നപ്പോൾ ഫുൾ ചക്കയായി. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഇതെങ്ങനെ ചെയ്ത് പരസ്യമായിട്ട് ചക്കയും കൊണ്ട് മണ്ണാർശാലയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സമുദായത്തിൽ ഒരു സംസാരവും പരിഹാസവും ഉണ്ടാകും. ഉപദ്രവിക്കുകയൊന്നുമില്ല, പക്ഷെ പരിഹാസം ഉണ്ടാകും. അവൻ നടക്കുന്നു ചക്കയും തലയിൽ വെച്ചിട്ട് മണ്ണാർശാലയ്ക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയോട് ചോദിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു, ഇതിപ്പോൾ ഒരു ബാലൻസ് വരുത്തണമല്ലോ. ഈ വിശ്വാസം, സർപ്പം, ക്രിസ്ത്യാനിറ്റി ഇതൊക്കെ തമ്മിലൊരു ബാലൻസ് വരുത്തിയിട്ട് മനുഷ്യന് ഇതിൻ്റെ കൂടെ നടന്ന് ജീവിച്ചു പോകണ്ടേ. ഇപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സർപ്പങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, അവർ ചക്ക തന്നെ കൊടുക്കണമെന്നില്ല, ചക്കയുടെ വില കൊടുത്താൽ മതി. 4 പേര് കേട്ടാൽ ഈ ചക്കയ്ക്ക് എന്ത് വില പറയുമോ ആ വില അത്രയും കാശും ഒരു കത്തുമായിട്ട് അവിടെ കുടുംബമുണ്ടല്ലോ ഈ നടത്തിക്കൊണ്ട് പോകുന്ന അമ്മമാരാണ് അവിടെ പൂജ ചെയ്യുന്നത്. അതിനൊക്കെ ഒരു കഥയുണ്ട്, ഞാനതിലേക്ക് വരാം. അപ്പോൾ അവരെ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ മതി, അവർ സത്യസന്ധമായിട്ട് സർപ്പങ്ങൾക്ക് എത്തിച്ചോളും. അങ്ങനെ ഒരു ക്രിസ്ത്യാനി അത് എത്തിച്ചതായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും പറയുന്നുണ്ട്. ഞാൻ ആദ്യം നടത്തിയ പ്രസ്താവം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി വെച്ചതാണ് കേട്ടോ. അതായത് മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ചിലരൊക്കെ പരസ്യമായിട്ടും ഭൂരിഭാഗം പേരും രഹസ്യമായിട്ടും മണ്ണാർശാലയിൽ വഴിപാടുകൾ നടത്തി വരുന്നു. അത് സന്താനലബ്ധിക്ക്, കാര്യസിദ്ധിക്ക്, മറ്റ് പല രീതിയിൽ അവിടെ വഴിപാട് നടത്തിയാൽ ഉറപ്പായിട്ട് സന്താനമുണ്ടാകും എന്നാണ് വിശ്വാസം. അവിടെ ഉരുളി കമത്തുക എന്നൊക്കെ പറഞ്ഞൊരു വഴിപാടൊക്കെയാണ്. എന്തുവായിക്കോട്ടെ. അപ്പോൾ ഈ വാസുകി പറഞ്ഞതനുസരിച്ച് ഒരുപാട് സർപ്പക്കാവുകൾ. ഇത് കഴിഞ്ഞിട്ട് പരശുരാമൻ അവിടെ ധ്യാനമിരുന്നു, തപസ്സിരുന്നു. ആ തപസ്സിരുന്ന സ്ഥലത്തെ 14 ഏക്കർ, അതാണ് മണ്ണാർശാല. ഈ മണ്ണാർശാലയ്ക്ക് ഖാണ്ഡവവനം എന്നായിരുന്നു പേര്. അന്ന് മണ്ണാർശാല അടങ്ങുന്ന അമ്പലപ്പുഴ താലൂക്കും ഫുൾ കാടാണ്. അപ്പോൾ ഇതാണ് പുരാണത്തിലെ ഖാണ്ഡവവനം, അതായത് അർജുനൻ ദഹിപ്പിച്ച് കളഞ്ഞ വനം. അന്ന് ഈ വനത്തിന് തീപിടിച്ചു, അഥവാ അർജുനൻ തീപിടിപ്പിച്ചു. അങ്ങനെ ദഹിച്ച് കാടും മരവും ഒക്കെ കത്താൻ തുടങ്ങി. അപ്പോൾ ഈ 14 ഏക്കർ അതിൻ്റെ ഉടമസ്ഥനും സംഗതിയൊക്കെ ആയിട്ട് മണ്ണാർശാല അവിടെയുണ്ട്, സർപ്പങ്ങളുടെ കേന്ദ്രമായിട്ട്. ഈ കേന്ദ്രത്തിലേക്ക് തീ വരുമല്ലോ, കണ്ടിന്യൂസായ കാടല്ലേ. അപ്പോൾ ഈ കുടുംബക്കാർ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഈ 14 ഏക്കർ സംരക്ഷിക്കാനായിട്ട് തീ വരുന്ന ഡയറക്ഷനിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു ആ തറവാട്ടിലെ അമ്മമാർ. ഒടുവിൽ ഈ 14 ഏക്കർ സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. അവിടെ കെടുത്തിക്കൊണ്ടേയിരുന്നു തീ. കാട്ടുതീയാണ്, കുറച്ച് കത്തും കുറച്ച് അണയും ഇതാണ്. അപ്പോൾ അങ്ങനെ ഇവർ സംരക്ഷിച്ചു, രാപകലില്ലാതെ വെള്ളം കോരി. അങ്ങനെ മണ്ണാർശാല സംരക്ഷിക്കാൻ അവർക്ക് പറ്റി. പക്ഷേ ഈ വെള്ളം കോരി ഇവർ തീ കെടുത്തുമ്പോഴും മണ്ണ് ചൂടായിക്കൊണ്ടിരുന്നു. മണ്ണ് ചൂടായി, പിന്നെ തീ കെട്ട് കഴിഞ്ഞപ്പം മണ്ണ് മെല്ലെ ആറി. അങ്ങനെ മണ്ണാറിശാല എന്നാണ് ഇതിന് പേര് വന്നത്. അതൊരു അജ്ഞാതൻ കൊടുത്ത പേരായിട്ടാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രേഖപ്പെടുത്തുന്നത്. ഒരു അജ്ഞാതനാണ് മണ്ണാറി കേട്ടോ എന്ന് ആദ്യമായിട്ട് പറയുകയും മണ്ണാറിശാലയും പിന്നീട് മണ്ണാർശാല എന്ന് പറയാനുള്ള എളുപ്പത്തിന് മണ്ണാർശാല ആവുകയും ചെയ്തു. ഇങ്ങനെ പോകുമ്പോൾ ആ തറവാട്ടിൽ അവർക്ക് തന്നെ സന്തതിയില്ലാത്ത ഒരു സ്ഥിതി വന്നു. കുറുന്തോട്ടിക്ക് വാദം എന്ന് പറയുന്ന പോലെ
മണ്ണാറശാല ഇല്ലത്തിന് തന്നെ സന്തതിയില്ലാത്ത ഒരവസ്ഥ. ഈശ്വര, ഇത് എന്ത് ചെയ്യും, എന്തൊരു ശാപം എന്നൊക്കെ വിചാരിച്ച് അവർ സങ്കടപ്പെട്ടു, പ്രാർത്ഥിച്ചു. ഒക്കെ കഴിഞ്ഞ് ഒരു സ്ത്രീ ഗർഭിണിയായി. അവർ പ്രസവിച്ചപ്പോൾ 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു കുഞ്ഞ് സർപ്പവും. വരണ്ടുപോയി ഇവർ. ഇങ്ങനെ ഒരു ജന്മം ഇന്നുവരെ കണ്ടിട്ടില്ല. സർപ്പത്തിന് വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ സർപ്പം സംസാരിച്ചു അവരോട്. കുട്ടി കൈയും കാലും ഇട്ടിളക്കി കളിക്കുന്ന കുട്ടി നമ്മളെ സാധാരണ പോലെ തന്നെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോളും എന്നുള്ള മട്ടിൽ. ബട്ട് സർപ്പം സംസാരിച്ചു, നിങ്ങൾ ഭയക്കണ്ട, ഇവൻ മിടുക്കനായി ഒക്കെ തീരും. പക്ഷേ ഒരു കാര്യം, ഇനി ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് അമ്മമാരായിരിക്കണം. ഈ വീട്ടിലെ ഏറ്റവും മൂത്ത അമ്മ, വിവാഹിതയായ സ്ത്രീ. പക്ഷേ അവർക്ക് മൂപ്പ് സ്ഥാനം കിട്ടിയാൽ പിന്നെ അവർ ബ്രഹ്മചാരിണിയായിട്ട് തുടരണം. അതെപ്പോൾ കിട്ടുന്നു എന്നുള്ളത്, ചിലപ്പോൾ ഒരാൾ മരിച്ചു, ആയിരിക്കുമ്പോൾ തന്നെ മൂപ്പ് കിട്ടിയേ. അങ്ങനെയാണെങ്കിൽ ആ ചെറുപ്പത്തിൽ വെച്ച് തന്നെ ബ്രഹ്മചാരിണിയായിട്ട് തുടരണം. അത് ആ കുടുംബക്കാർ ഇന്നും ചെയ്തു വരുന്നു കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, പക്ഷേ സർപ്പത്തിൻ്റെ നിർദ്ദേശം അങ്ങനെയാണ്, ബ്രഹ്മചാരിണിയായിട്ട് തുടരണം എന്നാണ്. ഭർത്താവിനെ കൊന്നൊന്നും കളയണ്ട, ഭർത്താവ് അവിടെ ഇരുന്നോട്ട് ബ്രഹ്മചാരിണിയായിട്ട് തുടരണം. അങ്ങനെ അമ്മമാർ ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോഴും മണ്ണാറശാലയിൽ അവരാണ് പൂജ ചെയ്യുന്നത്, അവിടുത്തെ ഇല്ലത്തെ അമ്മമാരാണ്. പിന്നെ സർപ്പം പറഞ്ഞു, ഞാൻ കാട്ടിലൊന്നും പോയി കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇവിടുത്തെ നിലവറയിൽ കയറിയിരിക്കും, എന്നെ ആരും ഉപദ്രവിക്കരുത്, എന്നോട് ചോദിക്കാനോ പറയാനോ വൃത്തിയാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആരും ഒന്നും ചെയ്യേണ്ട, നിലവറയിലേക്ക് ആരും കടക്കണ്ട. ഇപ്പോഴും ആ നിലവറയുണ്ട്, അതിൽ നിറച്ച് പുറ്റാണ്. എന്ത് ചെയ്യണം എന്നാർക്കും അറിയില്ല, ആരും അത് തൊടാറില്ല. ആ വീട് മണ്ണാറശാല ഇല്ലം പലതവണ അവർ പുതുക്കി പണിയേണ്ടി വരുമല്ലോ. പഴയ മരത്തിൻ്റെയൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ ചെരിഞ്ഞു, ഇവിടെ വീണു, ഇവിടെ ഉറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സകലവിധ മെയിൻ്റനൻസും ചെയ്തെങ്കിലും ഈ നിലവറ ആരും തൊടാതെ അങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് അൺടച്ച്ഡായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ മണ്ണാറശാലയിലെ ഒരു പ്രത്യേകത, ഈ പറഞ്ഞ സാധാരണ നമ്മളുടെ പൂജാ സംഗതിയൊക്കെ കാര്യമൊക്കെ ശരി, അതാണ്. ഇത് കൂടാതെ പച്ചക്കറികളും അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് സമർപ്പിക്കാം. മത്തങ്ങ, കുമ്പളങ്ങ, വഴി കിട്ടിയ സാധനം, പടവലങ്ങ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാം. അതെല്ലാം സർപ്പങ്ങൾ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടും. സർപ്പം എന്ത് പടവലങ്ങ തിന്നാൻ പോകുന്നു, നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ബട്ട് യു വിൽ ബി ബ്ലെസ്ഡ് ബൈ ദാറ്റ്. അങ്ങനെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചക്കയുടെ കഥയൊക്കെ വന്നിട്ട് ആളുകൾ കയ്യിൽ കിട്ടിയത് കൊണ്ടുപോയിട്ട് അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വാട്ട് എവർ ദേ ഹാവ് അത് കൊണ്ടുപോയിട്ട് അവിടെ ക്ഷേത്രത്തിൽ കൊടുക്കും. അപ്പോഴേക്ക് ഈ നാഗത്തെയും ഒരു നാഗയക്ഷിയെയും ഒക്കെ പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രത്തിൻ്റെ ഷേപ്പിലൊക്കെ ആയി. പരശുരാമൻ്റെ നിർദ്ദേശങ്ങളാണല്ലോ, അതിങ്ങനെ ഡൗൺ ദ ലൈൻ വികസിച്ച് ക്ഷേത്രത്തിൻ്റെ നല്ല രൂപത്തിലൊക്കെ വന്നു. ഈ അതിൻ്റെ ഇല്ലത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇല്ലത്തുകാർ ഒന്നും സൂക്ഷിച്ച് വയ്ക്കാറില്ല, കാരണം അവിടെ കള്ളം കയറിയില്ല. ആ ഒരു ചെമ്പ് കൂടെ ഉണ്ടെങ്കിൽ അത് മുറ്റത്ത് കിടന്നാൽ അവിടെ കിടക്കും, ഇറയത്താണെങ്കിൽ അവിടെ കിടക്കും. ആരെ എടുത്ത് വയ്ക്കുക, പൂട്ടുക, അങ്ങനെ പരിപാടിയില്ല, കാരണം അവിടെ കള്ളൻ കയറുകയില്ല. കള്ളൻ കയറി പലതവണ എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, അപ്പോഴെല്ലാം ഈ സർപ്പങ്ങൾ തടയുകയും ചെയ്യും. ഒരാൾ വെറും ഒരു മത്തങ്ങ മോഷ്ടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഈ മത്തങ്ങ മുറിച്ച് കഴിയുമ്പോൾ മത്തങ്ങക്കകത്തുനിന്ന് സർപ്പം ചീറ്റി കൊണ്ട് പുറത്തേക്ക് ചാടി. ഇവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുദൈ, ഞാൻ അവിടെ നിന്ന് മോഷ്ടിച്ചതാണ്, ഞാൻ തിരിച്ച് അവിടെ തന്നെ കൊടുത്തേക്കാം, എന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. എന്നിട്ട് കൊണ്ടുപോയി ഇല്ലത്ത് കൊടുത്തു. ഇതെന്താടാ ഇത്, മുറിച്ച മത്തങ്ങയുമായിട്ട് വന്ന്? അല്ല, ഞാൻ മത്തങ്ങ ഇവിടുന്ന് ഇസ്കിയതാണ്, അതിങ്ങനെ കുഴപ്പമൊക്കെ ആയതുകൊണ്ട് അത് തിരിച്ചു വരാൻ തന്നു. അത് ശരി, ഒരു കാര്യം ചെയ്ത് നീ തന്നെ അതെടുത്തു, സാരമില്ല. അപ്പോഴത്തേക്ക് സർപ്പമൊക്കെ പോയി. ഇങ്ങനെ ഒരുപാട് കഥകൾ മണ്ണാറശാലയെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അന്യനാട്ടിൽ നിന്ന് ഒരാളിതുപോലെ പ്ലാവിൽ ചക്കയുണ്ടാവാനായിട്ട്, ചക്കയുണ്ടായാൽ ഞാൻ മണ്ണാറശാലയ്ക്ക് കൊടുത്തേക്കാം, ചക്കയുണ്ടായില്ല. ഒരു സീസൺ കഴിഞ്ഞു, അടുത്ത സീസണിൽ ആൾ ചോദിച്ചു, അല്ല താനെന്തോ മണ്ണാറശാലയിൽ കൊടുത്തു വലിയ ചക്ക ഉണ്ടാക്കുന്നത് കേട്ട് ഒന്നും ആയില്ലേ ഇതുവരെ എന്നൊരു കളിയാക്കൽ. ഇങ്ങേർക്കും അത് കേട്ട് ദേഷ്യം വന്നു. ഇങ്ങനെ പറഞ്ഞു, ഉവ്വ ഞാൻ ഇരട്ടച്ചക്കയാണ് കൊടുക്കാൻ പോകുന്നത്, അടുത്ത സീസണിൽ ഇരട്ടച്ചക്ക ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാം. അല്ലേ, ഈ പറഞ്ഞ പോലെ
അടുത്ത സീസണിൽ അതിൽ നിറച്ച് ഇരട്ടച്ചക്ക കണ്ടിട്ടില്ലേ? ഒരു ചക്കയുടെ ഷേപ്പും അതിനോട് ചേർന്ന് തന്നെ സയാമീസ് ഇരട്ട എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടായ ചക്ക മുഴുവൻ ഇരട്ടച്ചക്കയാണ്. അപ്പോൾ അയൽവക്കത്ത് കളിയാക്കിയ ആൾ പറഞ്ഞു, അപ്പോഴേ സംഗതി തമാശയല്ല, താൻ ഇരട്ടച്ചക്ക എന്ന് പറഞ്ഞ് ഇരട്ടച്ചക്ക ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇയാളും ആ കൂടെ കീഴടങ്ങി. ഇയാൾ സർപ്പങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ ഉള്ള ഇരട്ടച്ചക്ക എല്ലാം കൊണ്ടുവന്ന് അവിടെ തന്നേക്കാം, ഒന്നല്ല, എനിക്കിത് വേണ്ട, എനിക്ക് ആകെ കൂടെ പേടിയാകും. ഇതെല്ലാം ഇറക്കി ചുമടാക്കി വള്ളത്തിൽ കയറ്റി മണ്ണാറശാലയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആശാൻ തിരിച്ചു വന്നു. ഇതൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമലയിലുള്ളതാണ്. ഇതുപോലത്തെ കഥകൾ, നടന്ന കഥകൾ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോഴും മണ്ണാറശാലയെ പറ്റി പറയാനുണ്ടാവും, ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും. ടേക്ക് ഇറ്റ് ഫ്രം മീ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതിൻ്റെ ഒന്നും ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കും അറിയില്ല കേട്ടോ. എങ്ങനെ, ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഈ ഇരട്ടച്ചക്ക അല്ലെങ്കിൽ ഒറ്റച്ചക്ക, മോഷ്ടിച്ച മത്തങ്ങ, ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത് അനുഭവിച്ചവരുടെ കാര്യം, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി വീടിൻ്റെ കാര്യം, ഇത് നിഷേധിക്കാൻ, ഞാനതിന് സാക്ഷിയാണ്. ആ വീട്ടുകാരെ എനിക്കറിയാം, അവർക്കും ഇത് നിഷേധിക്കാൻ പറ്റില്ല. ദെൻ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദിസ്? അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർപ്പക്കാവ് നമ്മളുടെ പി ഗോവിന്ദപിള്ള ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അദ്ദേഹത്തിൻ്റെ മൂവാറ്റുപുഴ പുല്ലുവഴി, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു സർപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഭൂമി വിൽക്കാൻ നേരത്ത് വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കണമല്ലോ, കാട് പിടിച്ചായി കിടക്കുന്നത്. അദ്ദേഹം ഈ സർപ്പക്കാവിൽ തൊട്ടില്ല, കാട് വെട്ടിയില്ല, ബാക്കിയെല്ലാം വെട്ടി ക്ലീനാക്കി. അദ്ദേഹം വാങ്ങിച്ച ആളിനോട് പറഞ്ഞു, അതേ, ഞാൻ ആ സർപ്പക്കാവ് തൊടുന്നില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെയാണ്, അതിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല, അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വാങ്ങുന്ന ആളും പറഞ്ഞു, അല്ല, എനിക്കും വിശ്വാസമൊന്നുമില്ല, പക്ഷെ അതവിടെ നിൽക്കട്ടെ. വാസ്തവത്തിൽ സർപ്പത്തിൽ ആർക്കും വിശ്വാസമില്ല, എനിക്കും വിശ്വാസമില്ല, നിങ്ങൾക്കും വിശ്വാസമില്ല, പക്ഷെ അതവിടെ നിൽക്കട്ടെ, അല്ലേ? താങ്ക് യു.